എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ഗെറ്റവേസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റോയൽ കാൻബ്ര ഷോയിലാണ്. കാൻബ്രയിലുള്ള റോയൽ കാൻബ്ര ഷോ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് ഇൻ കാൻബ്ര എന്ന് തന്നെ പറയാം. ഇവിടെ ഇന്ന് വോളണ്ടിയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ടീച്ചറാന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഈ പണിയാണോ എന്ന് കണ്ടോ. ഇൻഫർമേഷൻ ബൂത്ത് വോളണ്ടിയർ ടീച്ചിങ്ങിൽ നമ്മൾ വൊക്കേഷണൽ കോഴ്സസ് പഠിപ്പിക്കുകയാണെങ്കിൽ, സബ്ജക്ട്സ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ടു ഇൻഡസ്ട്രി പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇൻഡസ്ട്രി കറൻസി അറിയാൻ വേണ്ടിയിട്ട്, ട്രെൻഡ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യും. ഞാൻ ആദ്യം ഒരു റോയൽ ലൈഫ് സയൻസ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡും CPR കോഴ്സിന് ഒരു ഓഫീസിൽ ഒരാഴ്ച വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാൻബ്ര ഷോയിൽ ഞാൻ മാത്രമല്ല, ഞാൻ സ്റ്റുഡൻസിനെയും കൊണ്ടുവരാറുണ്ട്. കാരണം അവർക്കും ഒരു എക്സ്പോജറാണ് കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ. നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. കമ്പൽസറി അല്ല, പക്ഷേ സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസിന് ഒരു പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനും അവരുടെ കൂടെ 2016, ഇപ്പം ഇത് 9ാമത്തെ കൊല്ലമാണ് കേട്ടോ. അടുത്ത കൊല്ലം 10 കൊല്ലവും. ഈ കാൻബ്ര ഷോയ്ക്ക് 100 കൊല്ലവും അടുത്ത കൊല്ലം. അപ്പോൾ ഇത് 9ാമത്തെ കൊല്ലമാണ് ഞാനിവിടെ വോളണ്ടിയർ ചെയ്യുന്നത്. 2016 തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ കൊല്ലം മന്നയും മാനുവലും കൂടി എൻ്റെ കൂടെ വോളണ്ടിയർ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാൻബ്ര ഷോ. കാരണം വെച്ചാൽ ഒരുപാട് ആനിമൽസ് വരും, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, കോമ്പറ്റീഷൻസ്, ഫുഡ്, ക്രാഫ്റ്റ്, പിന്നെ എന്താ, എല്ലാവർക്കും പറ്റിയ എന്തെങ്കിലും ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കുറേ ഷോപ്പിംഗ് ചെയ്യാം, കുറേ കാശ് കൂട്ടോ. നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് ഇവിടെ. ഞാനൊരു 9 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പം മെയിനായിട്ട് ഞാൻ ടിക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബോക്സ് ഓഫീസിൽ, പിന്നെ സ്കാനിങ്ങിൽ, പിന്നെ ഇൻഫർമേഷൻ ബൂത്തിൽ. അപ്പോൾ ഇൻഫർമേഷൻ ബൂത്തിലുള്ള സൂസിൻ്റെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. സൂസിൻ്റെ ഫാമിലാണ് കേട്ടോ. ഒലിവ് ഫാമിൽ നമ്മൾ പോയില്ലേ, അത് സൂസിൻ്റെ പാരൻസിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ ബൂത്തിൽ മെയിനായിട്ട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് കൊടുക്കുക, പിന്നെ അവർക്ക് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ക്യൂറീസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യുക, റിസ്റ്റ് ബാൻഡ് കൊടുക്കുക, സൺസ്ക്രീൻ ഓഫർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഇൻഫോ ഡെസ്കിലേക്ക് വിളിക്കുക. അപ്പോൾ വോക്കി ടോക്കി ഇവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വോക്കി ടോക്കി, അത് മോട്ടറോളയുടെ, ഞാൻ ആദ്യമായിട്ടാണ് മോട്ടറോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ടെലികമ്മ്യൂണിക്കേഷൻസിൽ ഒരു ജോയിൻ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ വോക്കി ടോക്കിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം ഞാൻ മെയിൻ ഇൻഫോ ബൂത്തിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബൂത്തുകളിൽ നിന്ന് ഇപ്പോൾ ഗേറ്റ് 7, ഗേറ്റ് 4 ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ക്യൂറി വരാണെങ്കിൽ നമ്മളത് ആൻസർ ചെയ്യും. പിന്നെ എന്താ മെയിനായിട്ട് കസ്റ്റമർ സർവീസ്. അപ്പോൾ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ടീച്ചിങ്ങിൽ. നമുക്ക് മറ്റ് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് കസ്റ്റമർ സർവീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ടീച്ചിങ്ങിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ എൻ്റെ ടീച്ചിങ് വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, TQI രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ 20 hours പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, PD എന്നാണ് പറയുന്നത്, PL അല്ലെങ്കിൽ PD, പ്രൊഫഷണൽ ലേണിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ 5 മണിക്കൂർ നമ്മൾ TQI അക്രഡിറ്റഡ്, അതായത് ടീച്ചർ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്രഡിറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യണം. ബാക്കി 15 മണിക്കൂർ നിങ്ങൾക്ക് വർക്ക്ഷോപ്സ്, സെമിനാർസ്, അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റഡീസ് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഒരു 4 അവർ ഇന്നത്തെ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. കോൺഫറൻസിന് പോവാം, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം, വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാം, പിന്നെ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഞാനിത് കാൻബ്ര ഷോ, കാരണം നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് ആകെ വേർത്തൊരു പരിപാടിയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ ഇൻഫർമേഷൻ ബൂത്തിൽ വോളണ്ടിയറായിട്ട് ഹെൽപ്പ് ചെയ്യാം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ കാൻബ്ര ഷോ ഇന്ന് വെള്ളിയാഴ്ച 3 ദിവസമാണ്, വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച പൊതുവെ തിരക്ക് കുറവാണ്, ശനി ഞായർ നല്ല തിരക്കാണ്. ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട്, പിന്നെ ഷോ ബാഗ്. ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഷോ ബാഗ്സ്, ഇതൊരു ഷോ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഏതൊരു റീൽ ചെയ്തിട്ടുണ്ട്. പലതരം ഷോ ബാഗുകൾ, അതായത് കിഡ്സിന് പറ്റിയതുണ്ട്, പ്രായർക്ക് പറ്റിയതുണ്ട്, ചോക്ലേറ്റിൻ്റെ ഷോ ബാഗ്സ് ഉണ്ട്, അതുപോലെ ടോയ് ഷോ ബാഗ്. എൻ്റെ പിന്നിൽ കാണാൻ പറ്റും, അവിടെ ഹോഴ്സ് ജഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നു. അതുപോലെ തന്നെ മറ്റേ ഫെറസ് വീലും പിന്നിൽ പോകുന്നുണ്ട്. ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ക്രേസി റൈഡുകളുണ്ടല്ലോ ടീനേജർക്ക്. ഇപ്പം ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടീനേജേഴ്സ് വരും. ക്രേസി റൈഡുകളുണ്ട്, കുട്ടികൾക്കുള്ള റൈഡുകളുണ്ട്. ഈ മറ്റേ ഒരു ബബിളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഗോസ്റ്റ് ട്രെയിനോ അങ്ങനെയൊക്കെ. ഇവിടുത്തെ വേറൊരു പോപ്പുലർ ആയിട്ടുള്ളത് പിഗ് റേസ് ആണ്. അതായത് കുഞ്ഞു പിഗുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. കുഞ്ഞു പിഗുകളുടെ ഓട്ടം ഭയങ്കര പോപ്പുലറാണ്. അതിവിടെ ക്യാമലിനെ കൊണ്ടുവന്നിട്ട് ഫ്രീ ക്യാമൽ റൈഡാണ് കേട്ടോ. പിന്നെ പശുക്കൾ നല്ല എൻ്റെ പിന്നിൽ കാണാൻ പറ്റുമോ അറിയില്ല. അവിടെ പശുവിനെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പശുവിൻ്റെ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഷീപ്പ്, അൽപ്പാക്ക. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെയാണ്. ഫ്ലൈ ബോൾ എന്ന് പറഞ്ഞിട്ട് ഡോഗ് ഇങ്ങനെ റിലേ ആയിട്ട് ചെയ്യുന്നത്.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബബിൾസ് വാങ്ങിക്കാൻ പറ്റും, ഫെയറി ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ പറ്റും, ഡാഗുഡ് ഡോഗ്. എന്താ വെറൈറ്റി പ്രാവശ്യം കണ്ടത് കുറേ ഈ നമ്മൾ ഈ എന്താ പറയുക ഫെയർ എക്സിബിഷൻ ഷോയിലൊക്കെ പോകുമ്പോൾ തരം ഫുഡുകളുണ്ടല്ലോ, അതായത് സ്പൈറൽ ചിപ്സ്, പിന്നെ ലിക്വറിഷ്, പിന്നെ ഇവിടെ ഹാർവെസ്റ്റ് ഹോൾ ഉണ്ട്. അത് വേറൊരു സംഭവം, അത് പറയാൻ പറ്റില്ല. ഹാർവെസ്റ്റ് ഹോളിൽ നല്ല അടിപൊളി ഡിസ്പ്ലേ ഉണ്ട് കേക്കിൻ്റെ ഒക്കെ. ഞാൻ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. കേക്കിൻ്റെ ഒക്കെ നല്ല ഡിസ്പ്ലേ, കോമ്പറ്റീഷൻസ് ഉണ്ട്, കുട്ടികൾക്ക് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ക്രാഫ്റ്റ് എക്സ്പോ, ഹാർവെസ്റ്റ് ഹോളിൽ തന്നെ വേറെ ഇത് മറ്റേ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സ്. എൻ്റെ 2 കൊല്ലം മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിലെ ഒരു ലേഡി ഇവിടെ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഡാലിയ, മെയിനായിട്ട് കൂടുതലായിട്ടും ഡാലിയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഒരു കൊല്ലം ഇവർ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട്. ഇപ്പം അതില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഇവിടെ ടാറ്റു ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ ഫാം യാർഡ് നഴ്സറി, നമുക്കിവിടെ വന്ന് പാറ്റ് എന്താ പറയുക ആനിമൽസിനെയൊക്കെ താറാവും കുഞ്ഞുങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആട്ടും കുഞ്ഞുങ്ങൾ, പശുവിൻ്റെ കുട്ടി, അങ്ങനെ ഒരുപാട് എന്താ പറയുക എല്ലാ ഏജിൽ പറ്റിയവർക്കും എന്തെങ്കിലും. വുഡ് ഷോപ്പ്, നല്ല തടിമാടൻ ആൾക്കാർ വന്നിട്ട് വുഡ് ഷോപ്പ് ഉണ്ട്. ഹോഴ്സിൻ്റെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു കേട്ടോ. അത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ബിസിനസ് സർവീസസിൽ കെങ്ങാലിയിൽ പഠിപ്പിച്ചിരുന്ന സ്റ്റുഡൻറ്റ്, അവിടുത്തെ പണ്ടത്തെ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾക്ക് ഒരുപാട് പ്രൈസ് കിട്ടിയ കൊല്ലം ബോർഡ് ഓഫ് സീനിയർ സെക്കൻഡറി സ്റ്റഡീസിൻ്റെ ബിസിനസ് സർവീസസിൻ്റെ ഓൾ ACTയിലെ അവാർഡും അവൾക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമില്ല. അപ്പോൾ അവൾ ഹോഴ്സ് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ട്, കഴിഞ്ഞു. അതുപോലെ എൻ്റെ സൺഡേ ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റഡീസൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വലിയൊരു പബ്ലിക് സർവീസിൽ വലിയൊരു പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡാറ്റ സംതിങ് എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി, അതിൽ വർക്ക് ചെയ്യാണ്. ഭയങ്കര സന്തോഷം നമ്മുടെ സ്റ്റുഡൻസൊക്കെ അങ്ങനെ വലിയ നിലയിലത്ത് വന്നിട്ട് ഇപ്പം തന്നെ വന്നിട്ട് പറഞ്ഞു യു ആർ സ്റ്റിൽ മൈ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ്. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കുറച്ചൊക്കെ നമ്മൾ ടീച്ചേഴ്സ്, പിന്നെ കുറേയൊക്കെ സ്റ്റുഡൻസ്. അങ്ങനെയൊക്കെ നമ്മളിവിടെ വന്നത് എല്ലാ കൊല്ലം ഇവിടെ വരുന്നുണ്ട്, വോളണ്ടിയറിങ് വരുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫാമിലിയായിട്ട് വേറെ വരും, പിന്നെ ഇവിടെ പിള്ളേരെയും കൊണ്ട് ഒരു ദിവസം വരാറുണ്ട് എൻജോയ് ചെയ്യാനായിട്ട്. എന്താ ഈ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ എൻ്റെ ഗംഭീര ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടി അടക്കുക, അതാണ് മെയിൻ പരിപാടി. കുറേ സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ ബാഗ് വെക്കുന്ന സ്ഥലത്തെ ലേഡി, ഹാൻഡ് ബാഗ് വെക്കുന്ന സ്ഥലത്തെ ലേഡിയൊക്കെ നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. എവിടെയാണ് ഏതൊക്കെ കടകൾ എന്നുള്ളത് നമുക്ക് ഒരുവിധം നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് കാൻബ്ര ഷോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 56,000 പീപ്പിളാണ് വന്നിരുന്നത് പറയുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു ഷോ ആണ്. ഇവിടുത്തെ പണ്ടത്തെ ഫേമസ് അട്രാക്ഷൻ ആണ്. ഫ്ലോറിയാഡ് അറിയാം നമുക്ക്, ഫ്ലവർ ഷോ. പിന്നെ സമ്മർ നാറ്റ്സ് ഉണ്ട് കാറിൻ്റെ. പിന്നെയുള്ളത് ആണ് ഈ ഒരു കാൻബ്ര ഷോ. പക്ഷേ കാൻബ്ര ഷോ ആണ് കൂടുതൽ അട്രാക്ഷൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫുഡ്, ഞാൻ പറഞ്ഞില്ലേ, ഫുഡ്, ഫണ്ണ്, എൻ്റർടൈൻമെൻറ്റ്. പിന്നെ രാത്രി ഫയർ വർക്ക്സ് ഉണ്ട്. ഫ്രൈഡേ സാറ്റർഡേ ഫയർ വർക്ക് ഉണ്ട്. പിന്നെ ഈ റോട്ടിക്കോടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അവരിങ്ങനെ കുറേ ഇങ്ങനെ പാട്ട് പാടി നടക്കുന്ന ആൾക്കാർ, എന്തോ പേരൊക്കെ പറഞ്ഞാൽ മറന്നുപോയിട്ടോ, സിംഗിങ്. അതുപോലെ തന്നെ പരേഡ് ഉണ്ട്, വലിയ ട്രക്കുകളുടെയൊക്കെ പരേഡ് ഉണ്ട്. പിന്നെ ഇന്ന് കണ്ടത് ഒരു ലേഡീസ് ഇങ്ങനെ ഫേക്ക് പട്ടികളെയും പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവങ്ങളുണ്ട്. പിന്നെ എന്താ, അപ്പോൾ അതാണ് കാൻബ്ര ഷോ. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് വോളണ്ടിയറിങ്ങിനാണ്. അപ്പം നമുക്ക് പലതുണ്ട് ബെനിഫിറ്റ്. നമുക്ക് ഇൻഡസ്ട്രി അറിയാൻ പറ്റും, ഇൻഡസ്ട്രി കറൻസി, നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് വോളണ്ടറി ഇത് ചെയ്യുമ്പോൾ. നമുക്ക് നമ്മുടെ ടിക്കറ്റ് രജിസ്ട്രേഷനിൽ നമുക്ക് അവേഴ്സ് ആഡ് ചെയ്യുകയും ചെയ്യാം. വെറ്റ് ഇൻഡസ്ട്രി കറൻസി നമുക്ക് കിട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടി. ഇനി ഈ ടീച്ചിങ് വീഡിയോയെ കുറിച്ച് കുറേ പേർക്ക് സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. CITയിൽ എങ്ങനെ ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ ചെയ്യാം. കുറച്ച് നാളായിട്ട് ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഉടനടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ സേഫ്, ബൈ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷോ ബാഗ്സ് ആലിയിലാണ്. ഇവിടെ ഒരുപാട് ഷോ ബാഗ്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച സംഭവങ്ങളാണ്. അപ്പം എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, ഷോ ബാഗ് ആലിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇവിടെ ഒരു പണിക്കാരത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളൊരു പണിക്കാരത്തിയാണ്. ഏതാ ഇവിടെ ബൂത്തിൽ നിൽക്കുന്ന ഈ പണിക്കാരത്തിനെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി. ഇതാ നമ്മുടെ സ്വന്തം പുത്രി. ഹലോ ഹലോ, which one is the popular one? Which one should I buy? Which one is popular? Nothing is popular. You should do the marketing. Pokemon? How much is for the Pokemon? $36? Yeah. Can I get it free? I don't have money. Please, pretty please. അപ്പം ഇതാണ് ഷോ ബാഗ് ആലി. ദിസ് നോട്ട് ലബൂബു. ഇതെന്നൊരു സാധനം, അത് ഒണിക്കുമ. നല്ല വീട്, ഇതിന്റെ മുഖം പോലെ തന്നെ ഉണ്ട്. $15 മലയാളത്തിൽ പറയാൻ പാടില്ല.
ഇതാണ് ഷോ ബാഗ്. ഇപ്പം ഇനി അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം. ഷോ ബാഗ് പല വെറൈറ്റി ഷോ ബാഗ്സ് ഉണ്ട്. ചോക്ലേറ്റ് ഷോ ബാഗ്സ് ഉണ്ട്, പിന്നെ ടോയ് ഷോ ബാഗ് ഉണ്ട്. ഉണിക്കുമ്മയാണ് ആ സാധനം. പിന്നെ പോ പെട്രോള്, ബ്ലൂയി, should we get one for Michaela? Bingo and Bluey and there's Sonic. പിന്നെ ഏതാ ഉള്ളത്? ലിക്രിഷാണ് ഞാൻ സ്ഥിരം എൻ്റെ ബോസിന് മേടിച്ചുകൊണ്ട് കൊടുക്കാറുള്ളത്. ചെടി താല്പര്യമുള്ളവർക്ക് ഇഷ്ടം പോലെ കാക്ടസുകൾ, അതുപോലെ തന്നെ ഡാലിയ കൊണ്ടുവച്ചിട്ടുണ്ട്, റോസസ് ഉണ്ട്, ഫ്രൂട്ട് ട്രീ ഉണ്ട്. ഈ കാക്ടസ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പക്ഷേ 2 പ്രാവശ്യം ഞാൻ ഇതിനെ വളർത്തി വലുതാക്കി കൊണ്ട് അവസാനം ഇത് കേടായിപ്പോയി. ക്രിസ്മസ് കാക്ടസ് എന്ന് പറയും, മൂൺ കാക്ടസ് എന്ന് പറയും. ഇത് സത്യം പറഞ്ഞാൽ ഒരു തരം ബഡ് ചെയ്ത പോലെയാണ്. എൻ്റെ വിചാരം ഇതുമേ തന്നെ മുകളിലുണ്ടായതാണെന്നാണ്. പക്ഷേ ഇത് രണ്ട് കാക്ടസ് ആണെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പല പ്രാവശ്യം കൊണ്ടുവച്ചിട്ട് വലുതായി, പക്ഷേ പെട്ടെന്ന് അത് കേടാവുന്നു. നല്ല നല്ല കളറുകളുണ്ട്. അവിടെ അറ്റത്തൊരു ഇതൊക്കെ പർപ്പിൾ കളർ രസമല്ലേ കാണാൻ. അതിൻ്റെ അതുപോലെ ചെറിയ പൂവുണ്ടാവും കേട്ടോ അതുമേ. അപ്പോൾ അതവിടെ കാക്ടസുകളുണ്ട്. ഇവിടെയാണ് നല്ല അടിപൊളി ഡാലിയകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തൊരു വലിയ ഡാലിയ നോക്കിയേ. നല്ല നല്ല കളേഴ്സ്, അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോമ്പറ്റീഷന് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് വിന്നേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഇവന് സെക്കൻഡ് പ്രൈസ്. ഓരോരോ കാറ്റഗറി തിരിച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വലിപ്പം നോക്കിയിട്ടല്ല. പല റെഡ് നോക്ക്. ഇതുപോലെ അയ്യോ അവിടെ ഒരു ഓറഞ്ച് ഇരിക്കുന്നു എൻ്റെ തലക്കളം വരുന്നത്. പിന്നെ അതിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാപ്പിരി ഒരു കാപ്പിരി പോലെ ഇല്ല ഇതിനെ. നല്ല നല്ല കളേഴ്സ്, നല്ല വലിയ പൂക്കൾ നോക്കി. ഇപ്പം കാൻബറ ഷോയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈ കാണിച്ചതാ. ഇതാണ് എൻ്റെ കൈ. ഓക്കെ, എൻ്റെ കൈയേക്കാളും വലുതായി ഒരു ഡാലിയ. കിയ മാജിക് എന്നാണ് ഇതിൻ്റെ പേര്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയൊരുത്തർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് കാറ്റഗറിയിലായിരിക്കും, ഓരോ കാറ്റഗറിയിൽ. ഇവന് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വിൻ ചെയ്ത വലിയ പ്രൈസൊന്നും അല്ലെങ്കിലും ഇതൊക്കെ ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാർ ഈ കോമ്പറ്റീഷനിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് ഉണ്ട്. പ്രൈസ് വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈസയൊന്നും അല്ലെങ്കിലും ഇത് വിൻ ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഈ ഇതുപോലെ പൂക്കൾ വളർത്തുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും. അതുപോലെ ഞാൻ ചോദിച്ചത് ഇവിടെ പശുവും ആടുമൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒരുപാട് പൈസ കിട്ടുമോ, കാരണം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ത് വലിയ മുള്ളിനൊക്കെ കൊണ്ടുവരണേ. അപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പശുവിൻ്റെ റേറ്റ് കൂടും അത്രേ. ആ ഒരു ഇനം പശുവിന് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ അതൊരു ഭയങ്കര പേരാത്രേ. അപ്പോൾ അതിന് മാർക്കറ്റ് വാല്യൂ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഹാർവസ്റ്റ് ഹാള്. പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് പച്ചക്കറി വെച്ചിട്ടുണ്ട്. ഇത് പൂക്കളുടെ സെക്ഷൻ. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയാറുണ്ട് പൂക്കൾ ഇഷ്ടപ്പെടുന്ന, ഗാർഡൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സുകൾക്കായിട്ട് സമർപ്പിക്കുന്നു. സെയിൻറ്റ് ജോസഫിലെ എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ മറ്റുള്ളവർക്കും കൂടി സമർപ്പിക്കുന്നു. ഇന്നിപ്പോൾ അധികം 7 മണിയായി. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊന്നും അധികം ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇനി ഇത് ഗാർഡൻ പ്രൊഡ്യൂസാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. കണ്ടോ, പലതരം കാറ്റഗറിയിൽ തക്കാളികൾ. ഗ്രാൻഡ് ഹെയർലോം ടൊമാറ്റോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ തക്കാളി നല്ല രസമില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ തക്കാളി? പല പല ഷേപ്പിലുള്ള തക്കാളികൾ. അത് തക്കാളി തന്നെയാണോ? ഇങ്ങനത്തെ ഈ കളർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തക്കാളികളെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മണിത്തക്കാളി എന്നൊക്കെ പറയില്ലേ, ചെറിയ തക്കാളി. നമ്മൾ ഈ സാലഡിലിടുന്ന തക്കാളികൾ, ചെറിയ ടൊമാറ്റോ. ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ആട്ടോ ഇത്, കേക്ക്. നോക്ക്, ഒരു കേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. അതിന് സെക്കൻഡ് പ്രൈസ് ഉള്ളൂ കേട്ടോ. പക്ഷേ അമേസിങ് അല്ലേ, ഇതെല്ലാം കേക്കുകളാണ്. അൺബിലീവബിൾ. നോക്കിയേ തത്ത. പക്ഷേ ഇപ്രാവശ്യം കേക്ക് കുറവാന്ന് തോന്നുന്നത്. തവളാച്ചിരിക്കുന്നു. ചിലപ്പോൾ തീം ഉണ്ടാവുമായിരിക്കും. പിന്നെ അവിടെ ഒരു ഏതോ ഡിസ്നി പ്രിൻസസ് പേര് ഞാൻ മറന്നുപോയി. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചാമ്പ്യൻ. നോക്കുക, അടിപൊളി. ടേർട്ടില് ഇതാ, ക്യാൻസ് പൊല്യൂഷനാണ് കാണിക്കുന്നത്. പിന്നെ ഫിഷിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് അത് നന്നായിട്ടുണ്ട് അല്ലേ, നല്ല കോൺസെപ്റ്റാണ്. സിഗരറ്റ് പൊട്ടാൻ തോന്നുന്നു കിടക്കണായിട്ടോ. നല്ല കോൺസെപ്റ്റാണല്ലേ. പിന്നെ ലാട്ടോർട്ടയുടെ കേക്കുകൾ ഓൾവേസ് അമേസിങ് വർക്കാണ് ഇവിടെ ലാട്ടോർട്ടയുടെ. അതൊക്കെ വെഡിങ് കേക്ക് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. നല്ല രസമായിട്ടോ കേക്കുകൾ കാണാൻ. പിന്നിൽ നോക്ക്, പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ കാസിൽ
25 ബർത്ത്ഡേ കേക്ക്, ചെറിയ ചെറിയ കേക്കുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നോക്ക് നൈസ്ല്ലേ, ഫ്ലവർ ബൊക്കെ കേക്കെന്ന് പറയില്ല അല്ലേ, കേക്ക് ഡെക്കറേറ്റ്. ഇത് കേക്ക് ഡെക്കറേഷനുള്ളതാണ്, പക്ഷേ എഡിബിളാണ്. ഇതാ വേറൊരു കേക്ക്. അധികം കേക്ക് ഡിസ്പ്ലേ. ഇത് കുട്ടികളുടെ സെക്ഷൻ ഉണ്ട്. ഇത് ലാട്ടോട്ടയുടെ സ്പോൺസർഷിപ്പ് വന്നുണ്ട്. ഇത് കുട്ടികൾക്ക്, അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബേക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് എൻ്റർ ചെയ്യാം. പല ഏജ് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ഒരു മെർമെയ്ഡ് തീമിൽ ഒരെണ്ണം ചെയ്തത് കേട്ടോ, അതാണ് ചാമ്പ്യൻ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആവണമെന്നില്ല, ഓരോരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് കോമ്പറ്റീഷൻ വേണ്ടത്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. ആ മുകളിലത്തെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, നന്നായിട്ടുണ്ട്. പിന്നെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്രീം കേക്കും ക്രീം കേക്ക് മാത്രമല്ല, ഐസിങ് കേക്ക് മാത്രമല്ല, അതാ വേറെ സ്ലൈസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അടുത്തത് കാണിച്ചു തരാൻ പോണത് എന്താണെന്നറിയോ, സെറ്റ് ചെയ്തിരിക്കണവർക്ക് കാർവിങ്. അയ്യോ നോക്കിയതാരാണ് മോൺസ്റ്റർ. ഇതൊക്കെ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഫ്രൂട്ട് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഫ്രൂട്ട് വെച്ചിട്ട്. കോക്കനട്ട് ഫാക്ടറി 6 വയസ്സുള്ളൊരു കുട്ടി ചെയ്തത് നോക്കുക. അപ്പോൾ 6 വയസ്സുള്ളവർ മുതൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ സ്ഥിരം വരുന്ന ഒരു കടയാണ്. തായ്ലൻഡിൽ നിന്നുള്ളൊരു ലേഡിയാണ് നടത്തുന്നത്. ടിക് എന്നാണ് പേര് പറഞ്ഞത്, എനിക്കത് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഗുകൾ ഞാൻ സ്ഥിരം ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. നല്ല ഹാൻഡ് മെയ്ഡ് ബാഗുകളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കട. ഇവിടെ ഒരുപാട് ബാഗുകളുണ്ട്, നല്ല കളർഫുൾ കളേഴ്സ്, ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല നല്ല ബാഗുകളുണ്ട്. കുട്ടി ബാഗുകൾ, അതായത് നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ബാഗുകൾ. പിന്നെ ടീനേജേഴ്സിനെ പറ്റിയ കുട്ടി ബാഗുകളുണ്ട്. പിന്നെ ലേഡീസിനെ പറ്റിയ കുറച്ച് വലിയ രീതിയിലുള്ള ബാഗുകളുണ്ട്. പിന്നെ ഒരുപാട് ഡ്രസ്സ്, തായ്ലൻഡ് ബാഗുകളുണ്ട്. അത് കണ്ടു, ഇത് തായ്ലൻഡിലെ ഒത്തൻറ്റിക് തായ്ലൻഡ് ടൈപ്പ് ബാഗുകളുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം ലേഡി ഇവിടെ വരും. അപ്പോൾ ഞാൻ സ്ഥിരം വാങ്ങിക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ള ബാഗ് ഏകദേശം ഒരു 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല എപ്പോഴും. പിന്നെ അതായത് ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ കംഫർട്ടബിളായിട്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാനോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സുകളുണ്ട്. എല്ലാ കളർഫുൾ ഡ്രസ്സ്. അപ്പോൾ ആ സ്ത്രീ എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇത് നടത്തുന്നത്. എല്ലാ കൊല്ലം ലേഡി ഇവിടെ വരും കേട്ടോ. പിന്നെ നല്ല കസ്റ്റമർ സർവീസും ആണ്. പിന്നെ ഡിസ്കൗണ്ടും തരും. അപ്പോൾ 20% ഡിസ്കൗണ്ടാണ് ചില ബാഗുകൾ കേട്ടോ. അതേ നല്ല നല്ല പാവാടകളുണ്ട്. ഇതൊക്കെ നല്ല കളർഫുൾ പാവാട. പിന്നെ അത് ഈ ടൈ ചെയ്ത ഷർട്ടുകൾ. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് നല്ല കളർഫുള്ളാണ്. ഈ പാവാടയൊക്കെ നല്ല രസമുണ്ട്.